എന്നോടുള്ളതിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടെ സ്തുതി പാടിടും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന പാഠഭാഗം 6ാമത്തെ യൂണിറ്റ് വിശ്വാസ സത്യങ്ങൾ എന്ന യൂണിറ്റിലെ 24ാമത്തെ പാഠഭാഗമാണ്. വിശ്വാസ പ്രമാണം പരിശുദ്ധാത്മാവ്, ജീവൻ നൽകുന്ന കർത്താവ്. 24ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗത്തിലെ മനപ്പാഠവാക്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവെ, താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗത്തിൽ നാം പഠിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തിലെ 3-4 ഖണ്ഡികയിലെ ആശയങ്ങളുടെ അർത്ഥവും അതിൻ്റെ പ്രാധാന്യവും വ്യക്തമായി മനസ്സിലാക്കുക. അതോടൊപ്പം വിശുദ്ധ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ റൂഹായുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുകയും സത്യവിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുക. എല്ലാ പ്രാർത്ഥനാ സമയത്തും വിശ്വാസ പ്രമാണം അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാൻ തക്കവണ്ണം ഈ പാഠഭാഗം നമുക്കിടയാകണം. അതിനുവേണ്ടിയാണ് ഈ പാഠഭാഗം കൃത്യമായി നാം പഠിക്കുന്നത്, ധ്യാനിക്കുന്നത്. പ്രത്യേകാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കോട്ടയം ചെറിയപള്ളി ഇടവകയുടെ മുൻ സഹവികാരിയും കോട്ടയം സെൻട്രൽ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഇപ്പോൾ നട്ടാശ്ശേരി സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ആയി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സൈബു എം സക്രിയാച്ചനാണ്. ബഹുമാനപ്പെട്ട വർഗീസ് സക്രിയാച്ചനാണ്. അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ് അച്ഛൻ. പ്രത്യേകിച്ച് അച്ഛനെ എടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. ഇങ്ങനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കണം എന്ന് ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. കൃത്യമായി ഈ പാഠഭാഗം നിങ്ങൾക്കായിട്ട് ക്ലാസ്സായി അറേഞ്ച് ചെയ്ത് തന്നു. ബഹുമാനപ്പെട്ട സൈബു അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടെ ചെറിയപള്ളി ഇടവക സൺഡേ സ്കൂളിലേക്കും പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്കും ഹൃദയപൂർവ്വം എല്ലാ അധ്യാപകരുടെ പേരിലും പ്രിയ കുഞ്ഞുങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ക്ലാസ്സിൽ നമുക്ക് പങ്കാളികളാകാം. പാഠഭാഗം കൃത്യമായി വായിക്കുക, മനസ്സിലാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്യന്മാരെ, പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തെക്കുറിച്ചൊരു പഠനത്തിലൂടെയാണല്ലോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഭിനന്ദനായിരിക്കുന്ന സിൽവാനോസ് റമ്പാച്ചൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് വളരെ ഭംഗിയായ ഒരു ക്ലാസ് തന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്ന് നിങ്ങൾ 24ാമത്തെ പാഠത്തിൽ വിശ്വാസ പ്രമാണത്തിലെ 3-4 ഖണ്ഡികളെ സംബന്ധിച്ചുകൊണ്ടാണ് പഠന വിഷയമായിട്ട് നമുക്ക് കാണാനും പഠിക്കാനും തക്കണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 4 ഖണ്ഡികകളായിട്ടാണ് വിശ്വാസ പ്രമാണം അത് ക്രോഡീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം. ഒന്നാമത്തെ ഖണ്ഡിക പിതാവാം ദൈവത്തെക്കുറിച്ചാണെങ്കിൽ, രണ്ടാമത്തെ ഖണ്ഡിക
ഇത് പുത്രനായ ദൈവത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ ഖണ്ഡിക അത് പരിശുദ്ധ റുഹായെ സംബന്ധിച്ചുകൊണ്ട് സഭയുടെ പ്രത്യേകതകളെ സംബന്ധിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു. നാലാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ മാമോദീസയെ സംബന്ധിച്ചുകൊണ്ടും നിത്യജീവിതത്തെക്കുറിച്ചുമാണ് നാലാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുക. ഇന്ന് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുകൊണ്ടാണ്. തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുകൊണ്ട് അല്പമായി ചിന്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഒരുവനാണ്. നമുക്കറിയാം, ആദിമകാലത്ത് അനേക പാഷാണ്ഡ ഉപദേശങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാസിഡോണിയസ് എന്ന് പറയുന്നതായ ഒരു മെത്രോപൊലിത്ത, കുസ്തന്തിനോപ്പൊലിസിലെ മെത്രോപൊലിത്ത പറയുന്നത് പിതാവിനോടും പുത്രനോടും സമനല്ല പരിശുദ്ധാത്മാവ്, അതിനും താണവനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം. ഈ പാഷാണ്ഡ ഉപദേശങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് സാർവത്രിക സുന്നതോസ് നിക്കായിലും കുസ്തന്തിനോപ്പൊലിസിലും എഫേസസിലും കൂടിക്കൊണ്ട് പിതാക്കന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് കാച്ചിക്കുറുക്കെടുത്താണ് ഈ സത്യവിശ്വാസ പ്രമാണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു രസകരമായ അല്ലെങ്കിൽ ചിന്തനീയമായ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് ഉചിതമായിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിലകൊള്ളാനായിട്ട് ഇടയാകുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ ക്ലാസ് ഒക്കെ എടുക്കുകയെന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം പറയാറുണ്ട്. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ സെമിനാരി പഠന കാലയളവിൽ ഒന്നാമത്തെ വർഷം പഠിക്കുമ്പോൾ എനിക്കുള്ള മിഷൻ സെൻറ്റർ എന്ന് പറയുന്നത് പുത്തൻചന്ത സെൻറ് മേരീസ് പള്ളി, വാഗത്താനത്തുള്ള ഒരു പള്ളിയിലായിരുന്നു. അന്നത്തെ വേദഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ഒരു രാജ്യം അതിൽ തന്നെ ചിതറിച്ചാൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല, ഒരു ഭവനം അതിൽ തന്നെ ചിതറിച്ചാൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല, ഒരു വ്യക്തി അതിൽ തന്നെ ചിതറിച്ചാൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നൊരു ഭാഗം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ സവിസ്തരം പറയുകയും, ഗലാത്യ ലേഖനം 5-ാം 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കൊച്ചുനാളോട്ട് പഠിക്കുന്നതാണല്ലോ. അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കൊരു പ്രായമുള്ളൊരു അപ്പച്ചൻ, അപ്പം ഇതിന് അല്പം മാനസികമായ പ്രശ്നമുള്ള അപ്പച്ചനാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഈ അപ്പച്ചൻ ഏറ്റവും ബാക്കിൽ നിന്ന് എഴുന്നേറ്റു. ഈ സമയം ഞാനൊന്ന് ഹാർട്ട് ബീറ്റ് എൻ്റെ കൂട്ടം തുടങ്ങി. കാരണം ഈ അപ്പച്ചൻ എന്താ ചെയ്യാൻ പോകുന്നൊരു ഭയപ്പാട് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം അപ്പച്ചൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ബ്രദർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെതിരെയുള്ളതായ പാപങ്ങൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം എന്നോട് ചോദിക്കാനിടയായി. എൻ്റെ വായിൽ പെട്ടെന്ന് പക, പിണക്കം, ഇങ്ങനെ 1-2 എണ്ണം വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ വികാരി അച്ഛൻ കയറി ഇടപെട്ടു. അച്ഛൻ അവിടുന്ന് അനൗൺസ് ചെയ്തു, ഈ സമയം ചോദ്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും പ്രസംഗം എന്ന് പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ തീരേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചോദ്യോത്തരത്തിനുള്ള അവസരങ്ങളില്ല. നേരെ മറിച്ച് കുർബാന കഴിഞ്ഞ് ഞാനും ബ്രദറും പള്ളി മുറിയൊക്കെയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അവസരമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൃത്യമായ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പം നമ്മൾ ആ ഒരു ചോദ്യം എന്നെ ചിന്തിപ്പിച്ചതാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളൊരു ചിന്തയും നമ്മൾ ഭരിക്കേണ്ടതായിട്ടുണ്ട്. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, അസൂയ, പിണക്കം, ഇതൊക്കെ ആണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആദ്യം വരുന്ന ജീവിതത്തിൽ വന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഓറഞ്ച് ഇതാകണം, ഓറഞ്ചിനകത്ത് അല്ലികൾ ഇങ്ങനെ അടുക്കി ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. ആ ഓറഞ്ചിനകത്ത് അല്ലികൾ ഇരിക്കുന്നത് പോലെ ആയിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇരിക്കേണ്ടത്. അത് ഓരോ 9 എണ്ണം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അപ്പോൾ ഇത് ഒരുമിച്ച് ഒരു മനുഷ്യനിലേക്ക് ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ദൈവ കൃപയുള്ള ഒരു മനുഷ്യനായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ഒരു സാമീപ്യം നമുക്ക് അനുഗ്രഹപ്രദമാണ്. അങ്ങനെയുള്ളവരെ സമീപിക്കാനോ അവർ നമ്മുടെ അടുത്തിരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തു ഒരു അനുകരണീയമായിരിക്കുന്ന മാതൃകയാണ്. ഇതെല്ലാം
ഒത്തിണങ്ങി മാതൃക. ആധുനിക കാലത്ത് അനേകം പേരുണ്ട്. അത് നമുക്കറിയാം, മദർ തെരേസ, അതുപോലെ പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധ പമ്പാടി തിരുമേനിയൊക്കെ ഈ തരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി ഉണ്ടായിരുന്നവരാ. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും ജീവിച്ചതിന് ശേഷം അനേകം പേർ ആശ്രയം തേടി ഇവരുടെയൊക്കെ ഈ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയൊക്കെ കബറിടം തേടി പോകുവാൻ തക്കണം ഇടയാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപയിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ടുണ്ട്. തൃത്വത്തെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ തൃത്വത്തിന്റെ അല്ലെങ്കിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ബേസിക് പഠിപ്പിക്കുക. പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാരെ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്, 1 ഊസിയ 3 ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയും. ഒരു ഉണ്മയും അതിൽ നിന്നുള്ളതായ 3 ആളത്വങ്ങളും. നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂര്യനെ എടുക്കാനായിട്ട് സാധിക്കും. സൂര്യനെ നമുക്കറിയാം, അനേക 1000 കിലോമീറ്ററുകൾക്ക് അകലെയാണ് സൂര്യൻ. സൂര്യൻ എന്നുള്ള പ്രകാശം ഭൂമി പതിക്കുവാനായിട്ട് 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണെന്നാണ് പറയുന്നത്, അല്ലേ? ഈ സൂര്യൻ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഒരു ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മയിൽ നിന്ന് പുറപ്പെടുന്നതായ ചില ആളത്വങ്ങളുണ്ട്. അതാണ് അതിൻ്റെ പ്രകാശം, അതിൻ്റെ ലൈറ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ താപം, അതിൻ്റെ ചൂട് എന്ന് പറയുന്നത്. ഇത് ഇല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പുമില്ല. എന്ന് പറഞ്ഞതുപോലെ ഏകദൈവവിശ്വാസമാണ് നമുക്കുള്ളതെങ്കിലും അത് തൃത്വം കൂടെയാണ്. ഓരോ കാലത്തിലും ഓരോ ആളത്വങ്ങളും ശക്തമായി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. പുത്രനായ ദൈവത്തിൻ്റെ ഇടപെടൽ കാലസമ്പൂർണതയിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുത്രനായ ദൈവത്തിന് ശേഷം പുത്രനായ ദൈവം ലോകത്തിന് മുഴുവൻ വേണ്ടി ബലിയായി അർപ്പിക്കപ്പെട്ട് ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് മാനവരാശിയെ എത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. ക്രിസ്തു ഉദ്ധിതനായതിനു ശേഷം ക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ഒരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരുമെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, യെരൂശലേമിൽ നിങ്ങൾ മാറിപ്പോയത് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ അവിടുന്ന് ശക്തി പ്രാപിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജനസഞ്ചയം കൊണ്ട് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ ആ പ്രാർത്ഥനാ മധ്യേ പരിശുദ്ധാത്മാവ് അവിടെ അഗ്നിനാവിന്റെ രൂപത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുക, അവിടെ മേൽ വർഷിക്കപ്പെടുന്നതായിട്ട് കാണുകയാണ്. ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവം ശിഷ്യ സമൂഹത്തിനും ജനത്തിനും ഉണ്ടാകുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പത്രോസ് അപ്പോസ്തലൻ എന്ന് നമുക്കറിയാം. പത്രോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ചഞ്ചല മനസ്സനായിരിക്കുന്ന മനുഷ്യൻ അചഞ്ചല മാനസനായി അതോടുകൂടി മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്തൊക്കെയായിരുന്നു ചഞ്ചലത? കടലിൽ ഗുരുനാഥൻ തന്റെ ഗുരു നടക്കുന്നത് കാണുമ്പോൾ അതുപോലെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എടുത്തുചാട്ടത്തിന്റെ സ്വഭാവം. ആ സമയത്ത് മുങ്ങിപ്പോകുന്നതിന്റെ ക്രിസ്തു അല്പവിശ്വാസിയെ എന്ന് വിളിച്ചുകൊണ്ട് നീ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റാര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ലെന്ന് പറയുന്ന പത്രോസ് അപ്പോസ്തലൻ 3 പ്രാവശ്യം തന്റെ നാഥനും ഗുരുവുമായ യേശു തമ്പുരാനെ തള്ളിപ്പറയുന്നതായിട്ട് കാണും. ചെറിയ ബാലികയുടെ മുമ്പിൽ പോലും അവിടെ ഇടറിപ്പോകുന്ന പത്രോസ് അപ്പോസ്തലനെ കാണുകയാണ്. അതിനുശേഷം ക്രിസ്തുവിനെ പിടിക്കാനായിട്ട് വരുന്ന പടയാളിയുടെ നേരെ വാള് വീശുമ്പോൾ അവന്റെ ചെവി അത് വാളുകൊണ്ട് വെട്ടപ്പെട്ടു പോകുമ്പോൾ ക്രിസ്തു പറയുക, വാളെടുക്കുന്ന വാളാൽ പത്രോസെ നിന്റെ വാളെടുത്ത് നീ ഉറയിലിടാനായിട്ട് പറയുകയാണ്. ഇവിടേക്കൊരു എടുത്തുചാട്ടത്തിന്റെയും ചഞ്ചലതയുടെയും കുറവിന്റെ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ മാമോദീസ എന്ന് പറയാൻ സാധിക്കും ഈ പെന്തിക്കോസ്തിയുടെ അനുഭവം. അതിനുശേഷം പത്രോസ് ഒരു അചഞ്ചല മാനസനായിട്ട് മാറുകയാണ്. പത്രോസ് യഹൂദ പ്രമാണികളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ യാതൊരു പേടിയുമില്ല. ക്രിസ്തുവിന് വേണ്ടി കാരാഗ്രഹവാസവും പീഡനങ്ങളും അനവധി തവണ അദ്ദേഹം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് പത്രോസിന് പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളത് കൊണ്ട് തന്നെ പത്രോസിന്റെ അടുക്കൽ അനേക രോഗികളെ കൊണ്ട് എത്തിക്കുമ്പോൾ അവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നു, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നു, മുടന്തന് സൗഖ്യം വരുന്നു. പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴൽ വീണാൽ സൗഖ്യം പ്രാപിക്കുന്ന ബോധ്യത്തോടുകൂടി അനേകം പേരെ അവിടെ കൊണ്ട് വിടുന്നതായിട്ടും അവർക്ക് സൗഖ്യം പ്രാപിക്കുന്നതായിട്ടും ഒക്കെയും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന്റെ അനുഭവത്തിലേക്ക് പത്രോസ് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ
ഒരു പ്രവർത്തനത്തിന്റെ പ്രതിനിധിയായി പത്രോസ് അപ്പോസ്തലനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യപ്പെടാൻ തക്കവണ്ണം ഇടയാകണം. മൂന്നാമത്തെ ഖണ്ഡിക പരിശുദ്ധാത്മാവിനെ കുറിച്ചും സഭയെക്കുറിച്ചും ആണ് നമ്മൾ ഈ 24-ാമത്തെ അധ്യായത്തിൽ പഠിക്കുക. അതുകൊണ്ട് പാഠ്യഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരിക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്ന് നിങ്ങളോട് ആമുഖമായി സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാഠ്യഭാഗത്തെ ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട സിൽവാനോസ് റമ്പാച്ചൻ പ്രധാനമായിട്ടും പഠിപ്പിച്ച 1-ാമത്തെയും 2-ാമത്തെയും ഖണ്ഡികയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ 2 ഖണ്ഡികൾക്ക് ശേഷം, അത് ആദ്യത്തെ സുന്നഹദോസിൽ AD 325 നിക്കിയ സുന്നഹദോസിൽ 1-2 ഖണ്ഡികകൾ പിതാവാം ദൈവത്തിൻ്റെയും പുത്രനാം ദൈവത്തിൻ്റെയും വിശേഷണങ്ങളൊക്കെ ക്രോഡീകരിച്ചതിന് ശേഷം അതിനോട് ചേർന്ന് വെച്ചിരിക്കുന്നത് ചെറിയൊരു ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, സമാപന വാക്യമായിട്ട് കൊടുത്തിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വിശേഷങ്ങൾ സഭയെ പറ്റിയുള്ള ഭാഗം കൂട്ടിച്ചേർത്തത് AD 381 കുസ്തന്തീനോപോലിസിലെ സുന്നഹദോസിൽ വെച്ചിട്ടാണ്. കുസ്തന്തീനോപോലിസിലെ സുന്നഹദോസിൽ വെച്ചിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും സഭയെക്കുറിച്ചും ഈ 3-ാമത്തെ ഖണ്ഡിക അല്പം കൂടെ വിപുലീകരിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണമായി നിധാനമായി വന്നിരിക്കുന്നത് ഒരു ഭാഷയുടെ ഉപദേശം, തെറ്റായ പഠിപ്പിക്കൽ. ആ കുസ്തന്തീനോസ് പോലീസിലെ തന്നെ മെത്രാപ്പോലിത്തയായിരുന്ന മാസിഡോണിയസ്, ഓർത്തിരിക്കണം, മാസിഡോണിയസ് എന്ന് പറയുന്നതായ മെത്രാപ്പോലിത്തയാണ് അതിന് നിധാനമായി മാറുന്നത്. അതിന് പഠിപ്പിച്ച ഭാഷാണ്ടത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് പിതാവിന്റെ സൃഷ്ടിയാണെന്നും അതിനാൽ പിതാവിനോട് സമനല്ലെന്നും പിതാവിനേക്കാളും പുത്രനേക്കാളും താണവനാണെന്നും പഠിപ്പിച്ചു. പിതാവിന്റെ സൃഷ്ടിയായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പിതാവിനോട് സമനല്ല, പിതാവിനേക്കാളും പുത്രനേക്കാളും താണവനാണ് പരിശുദ്ധാത്മാവ് എന്ന തരത്തിലൊരു പഠിപ്പിക്കൽ മാസിഡോണിയസ് എന്ന് പറയുന്ന മെത്രാപ്പോലിത്ത നടത്തിയപ്പോൾ ഈ വേദവിപരീതത്തിനെതിരെ അപ്പോസ്തലിക വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് AD 381 സുന്നഹദോസ് കൂടിയത്. ആ സുന്നഹദോസ് ഇപ്രകാരം പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ക്രോഡീകരണം നടത്തിയത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് സകലത്തിലും ജീവൻ നൽകുന്ന കർത്താവാണ്. പരിശുദ്ധാത്മാവ് സകലത്തിലും ജീവൻ നൽകുന്ന കർത്താവാണ്. അതായത് താൻ സൃഷ്ടാവും പൂർണ്ണ ദൈവവും പിതാവിനോടും പുത്രനോടും സമനുമാണ്. ആയതിനാൽ പിതാവിനെയും പുത്രനെയും പോലെ ആരാധനയ്ക്ക് യോഗ്യനാണ്. താൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 15:26 അങ്ങനെ പറയുന്നു. താൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുപോലെ സമന്മാരാണ്, അവര് സൃഷ്ടാക്കളാണ് എന്നുള്ളൊരു പഠിപ്പിക്കലും ആണ് ഈ AD 381 നിക്കിയ സുന്നഹദോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്തത്. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും, പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ വഴിയായും പുതിയ നിയമകാലത്ത് സ്ലീഹന്മാർ വഴിയായും, അതായത് പഴയ നിയമവും പുതിയ നിയമം വഴിയായി ദൈവിക വെളിപ്പാടുകൾ ലോകത്തിന് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് എന്നാണ് നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുക. ഇപ്പോൾ മാസിഡോണിയസ് എന്ന് പറയുന്നതായ മെത്രാപ്പോലിത്തായുടെ തെറ്റായ ഭാഷാണ്ട ഉപദേശങ്ങൾക്കെതിരായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം, യഥാർത്ഥമായിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണ് ഈ AD 381 സുന്നഹദോസിലൂടെ രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകും. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, 3-ാമത്തെ ഖണ്ഡിക ആരംഭിക്കുന്നത് എങ്ങനെയാണ്: സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് 3-ാമത്തെ ഖണ്ഡിക ആരംഭിക്കുക. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന റൂഹ എന്നാണ് നമ്മൾ അവിടെ ചൊല്ലുക. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് ലാറ്റിൻ സഭ, ഇതിന് അല്പം ഒരു മാറ്റം വരുത്തി. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ AD 381 രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: പിതാവിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നതിനെ തിരുത്തിക്കൊണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കൽ നടത്തുകയുണ്ടായി. ആൻഡ് ഫ്രം ദ സൺ എന്നാണ് പറയുന്നത്. അതിന് ലാറ്റിൻ ഭാഷ പറയുന്നത്
ഫിലിയോക്കെ എന്നാണ് പറയുന്നത്. ഫിലിയോക്കെ. അപ്പൊ പുത്രനിൽ നിന്നും കൂടെ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭ അത് പഠിപ്പിക്കാനിടയായി. ഈ വാക്ക് കൂട്ടിച്ചേർക്കുന്നതിന് ഓർത്തഡോക്സ് സഭകൾ എതിർക്കുകയുണ്ട്. ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭ എതിർത്ത് 1054 ഈ കത്തോലിക്ക സഭയുമായി ഉള്ളതായ ആരാധന ബന്ധം, കുർബാന ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു കാരണം വിശ്വാസ പ്രമാണത്തിൽ ഈ വാക്ക് കൂട്ടിച്ചേർത്താണ്. ഫിലിയോക്കെ എന്ന ആ വാക്ക് കൂട്ടിച്ചേർത്തതാണ് അതിന് കാരണമായിട്ട് തീർന്നത്. സഭയുടെ അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ രത്നചുരുക്കമായി നിക്ക കുസ്തന്തീനോസ് വിശ്വാസ പ്രമാണത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ വിട്ടുകളയുവാനോ ആർക്കും അവകാശമില്ല. അതിനകത്ത് അത് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ ആർക്കും അവകാശമില്ല. സാർവത്രിക സുന്നതദോസുകൾക്ക് പോലും അതിന് അധികാരമില്ലതാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും അതുപോലെ തന്നെ പിതാവിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിന് 2 ഉത്ഭവ സ്ഥാനങ്ങളുണ്ട് എന്ന ഒരു തലത്തിലേക്ക് എത്തും. കർത്താവ് പോലും യേശുതമ്പുരാൻ പഠിപ്പിച്ചത് പോലും യോഹന്നാന്റെ സുവിശേഷം 15:26 പറയുന്നത് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവെന്നാണ് പറയുന്നത്. അത് വേദപുസ്തക അധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഫിലോക്കെ വാദം ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല. അങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനകളിലൊക്കെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവര് സമന്മാരാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമ്മുടെ ആരാധനകളിലെല്ലാം തന്നെ അത് പലയാവർത്തി ഉരുവിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുദാശകൾ അതിൻ്റെ പരികർമ്മം നടത്തുന്ന സമയത്തുമൊക്കെ അത്തരത്തിലാണ് ചൊല്ലുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനവും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായുടെ അടയാളത്തിൽ മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറഞ്ഞൊക്കെ ആ തരത്തിലാണ് നമ്മൾ ആരാധനകൾ നിർവഹിക്കാൻ തക്കൊണ്ട് ഇവിടെയാകുന്നത്. അതുകൊണ്ട് ഈ 3 ആളത്വങ്ങളും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 5:7 പറയുന്നുണ്ട്. ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ ബൈബിളിലാണ് പറയുന്നത്. നമുക്ക് കാണാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ സാക്ഷ്യമുള്ള 3 പേരുണ്ട്. പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഇവ 3 ഒന്നാണ്. സ്വർഗത്തിൽ സാക്ഷ്യമുള്ള 3 പേരുണ്ട്. പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഇവ 3 ഒന്നാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അവരുടെ പ്രാർത്ഥനകളുടെ ആരംഭത്തിൽ അവസാനത്തിൽ വിശുദ്ധ മാമോദീസ തുടങ്ങിയ കുദാശകളിലും 3 ആളത്വങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്ന വഴി അവരുടെ സമത്വമാണ് നാം ഏറ്റുപറയുന്നതൊക്കെ ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുന്നത് പുതിയ നിയമകാലം മുതലുള്ളതായ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ സ്തുതിക്കുന്ന സമൂഹത്തിന്റെ പേരാണ് ഓർത്തഡോക്സ് എന്നുള്ളത്. ഓർത്തഡോക്സ് എന്നുള്ളതായി ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ശരിയായി സ്തുതി അർപ്പിക്കുന്നവർ എന്നാണ്. ഓർത്തഡോക്സ് എന്ന പദത്തിന്റെ അർത്ഥം ശരിയായ സ്തുതി അർപ്പിക്കുന്നവർ എന്നുള്ളതാണ്. മനുഷ്യരെ നന്മയുള്ളവരാക്കി തീർത്ത് ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. മാമോദീസായിലെ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കുദാശകളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മിൽ വസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്നവരിൽ ആത്മാവിൻ്റെ ഫലം ദൃശ്യമാകുന്നതായി ഗലാത്യ ലേഖനം 5:22 മുതൽ 22-23 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ 3-ാമത്തെ ഖണ്ഡികയുടെ പ്രധാന ആശയമായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരെ, ഈ സമയം വരെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ 3-ാമത്തെ ഖണ്ഡികയുടെ പ്രധാന ആശയമായ ത്രിത്വത്തിൽ ഒരുവനായ സാരാംശത്തിൽ സമനായിരിക്കുന്ന പരിശുദ്ധ റൂഹയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. ആ 3-ാമത്തെ ഖണ്ഡികയിലെ തന്നെ 2-ാമത്തെ ഭാഗത്ത് സഭയെക്കുറിച്ച്, പരിശുദ്ധ സഭയെക്കുറിച്ച് ആണ് വിവരിച്ചിരിക്കുന്നത്. പരിശുദ്ധ സഭയുടെ 4 വിശേഷണങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. 1-ാമത്തെ ഖണ്ഡികയുടെ 2-ാമത്തെ ഭാഗം കാതോലികവും അപ്പോസ്തോലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മളവിടെ ഏറ്റു പറയുന്നത്.
സഭയുടെ പ്രത്യേകത എന്താണ് അവിടെ പറയുന്നത്? 4 വിശേഷങ്ങളാണ്. ഒന്ന് കാതോലികമാണ്, മറ്റൊന്ന് അപ്പോസ്തോലികമാണ്, മൂന്നാമത് ഏകമാണ്, നാലാമത് വിശുദ്ധമാണ്. ഇങ്ങനെയുള്ള സഭയിലാണ് വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. മാമോദീസ മൂലം യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്നവരുടെ സമൂഹത്തിനാണ് സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആഴം സൂചിപ്പിക്കാൻ സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നും ക്രിസ്തുവിൻ്റെ ശരീരമെന്നൊക്കെയും സഭയ്ക്ക് നമ്മൾ വിശേഷണം കൊടുക്കാറുണ്ട്. പുതിയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ദൈവജനം, പുതിയ ഇസ്രായേൽ എന്നീ പേരുകളും സഭയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പഴയ നിയമസഭയ്ക്ക്, പഴയ നിയമ ഇസ്രായേലിന് ദൈവം അതിന് വേണ്ടതായ നേതൃത്വത്തെ കൊടുത്തിരുന്നു. അവർക്ക് ആരാധനാ സംവിധാനങ്ങൾ കൊടുത്തിരുന്നു. അവർക്ക് ന്യായപ്രമാണം കൊടുത്തിരുന്നു. യാഗങ്ങളും ആരാധന രീതികളും പൗരോഹിത്യമൊക്കെ ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പഴയ ഇസ്രായേൽ അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് ഈ പുതിയ നിയമ ഇസ്രായേൽ പരിശുദ്ധ സഭയെ തെരഞ്ഞെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ പറഞ്ഞു, വിശ്വാസ പ്രമാണത്തിൽ സഭയ്ക്ക് 4 പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉണ്ടെന്നത് കാതോലികമാണ്, അപ്പോസ്തോലികമാണ്, ഏകമാണ്, വിശുദ്ധമാണ്. കാതോലികം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അതൊരു ഗ്രീക്ക് പദമാണ്. എല്ലായിടത്തും വ്യാപിച്ചത്, സമ്പൂർണം എന്നൊക്കെയാണ് ഈ കാതോലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലായിടത്തും വ്യാപിച്ചത്, സമ്പൂർണം എന്നൊക്കെയാണ് ഈ കാതോലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണത ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് കാതോലിക സഭ എന്ന ഓർത്തഡോക്സ് സഭ അറിയപ്പെടാനിടയാകുക. മറ്റൊന്നുള്ളത്, അപ്പോസ്തോലിക സഭ എന്നുള്ള വിശേഷണം ഈ വിശ്വാസ പ്രമാണത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോസ്തലന്മാരുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഈ അപ്പോസ്തലിക എന്ന വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണല്ലോ ഭാരതത്തിൽ സഭ സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായ വിശ്വാസവും പാരമ്പര്യവും പിന്തുടരുകയും ചെയ്യുന്ന സഭയാണ് നമ്മുടേത്. യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയാണ് ഏകസഭ. മൂന്നാമത്തെ വിശേഷണമാണ്, സഭയുടെ മൂന്നാമത്തെ വിശേഷണമാണ് അത് ഏകമാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയാണ് ഏകസഭ. വിശ്വാസ വിപരീതങ്ങൾ സ്വീകരിച്ചു പോകുന്നവർ ഈ ഏകസഭയുടെ അംഗങ്ങളല്ല. അടുത്തത് ദൈവം മാത്രമാണ് വിശുദ്ധൻ. വിശുദ്ധം എന്നുള്ളൊരു വാക്കും കൂടെ സഭയുടെ ഒരു പര്യായപദമായിട്ട് വിശേഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട്, ക്രിസ്തു ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ശരീരമായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ വസിക്കുന്ന സമൂഹമായതുകൊണ്ടുമാണ് ഇത് വിശുദ്ധ സഭയാണ്, പരിശുദ്ധ സഭ എന്ന വിശേഷണം കൊടുക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇതാണ് മൂന്നാമത്തെ ഖണ്ഡികയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പം വിശ്വാസ പ്രമാണത്തിൻ്റെ മൂന്നാമത്തെ ഖണ്ഡികയിലെ പ്രധാന വിഷയങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് മൂന്നാമത്തെ ഖണ്ഡികയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം സഭയുടെ പ്രധാനപ്പെട്ട 4 വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സഭ അത് കാതോലികമാണ്, അപ്പോസ്തോലികമാണ്, ഏകമാണ്, വിശുദ്ധമാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ മൂന്നാമത്തെ ഖണ്ഡിക പ്രധാനമായും ഈ കാര്യങ്ങളാണ് നമുക്ക് വെളിവായി കിട്ടുന്നത്. നാലാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് മാമോദീസയെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമാണ് നാലാമത്തെ ഖണ്ഡിക നമുക്ക് വെളിവായിട്ട് തരിക. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് അവിടെ പറയുകയാണ്. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്നാണ് പറയുക. നമുക്കറിയാം, ആ മാമോദീസയിൽ വിശുദ്ധ മൂറോൻ അഭിഷേകം നടത്തുന്നുണ്ട്. വിശുദ്ധ മൂറോനെ കുറിച്ച് നമ്മൾ കുദാശക്രമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ എങ്ങനെയാണ്? വിശുദ്ധ മൂറോൻ എന്താണ്? വിശുദ്ധ മൂറോൻ മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാലാണ് ഈ സ്നാനാർത്ഥി മുദ്ര കുത്തപ്പെടുക. ഒരു അടയാളം. നമുക്കറിയാം, പഴയ റോമൻ പടയാളികൾക്കൊക്കെ പ്രത്യേക അടയാളങ്ങൾ അവർക്ക് രേഖപ്പെടുത്തിയിരുന്നു.
അതുപോലെ തന്നെ ഈ കാളകൾക്കൊക്കെ ഇതുപോലെ മുദ്ര കൊടുത്തിരുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ മുദ്ര തരുന്നത് ക്രിസ്തുവിൻ്റെ പടയാളിയാണ്, ക്രിസ്തുവിൻ്റെ ആളാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ മുദ്ര കൊടുക്കുന്നത്. മൂറോൻ്റെ അർത്ഥം തന്നെ പറയുന്നു മശിഹായുടെ പരിമളവാസന, ദൈവത്തിൻ്റെ മണമാണ് ഈ സ്നാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ പരിമളവാസന, ക്രിസ്തുവിൻ്റെ മണം ലഭിക്കാനിടയാകുക മശിഹായുടെ പരിമളവാസനയാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ്, അടയാള മുദ്രയുമാണ്. വിശുദ്ധ റൂഹായുടെ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമാണ് വിശുദ്ധ മൂറാൻ. അതാണ് ഈ മാമോദീസയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മാമോദീസ ആവർത്തിക്കുവാനായിട്ട് പാടില്ലാത്ത ഒന്നാണ്. 2 കാര്യങ്ങൾക്ക് മാത്രമേ മൂറാൻ ഉപയോഗിക്കാറുള്ളൂ. ഒന്ന്, ദൈവത്തിൻ്റെ ആലയം പണിത് ദൈവസന്നിധിയിൽ സമർപ്പിതമാകുമ്പോൾ മൂറാൻ കൊണ്ട് അത് ഉദാശരിക്കും. മറ്റൊന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ശരീരമാകുന്ന മന്ദിരം അത് മൂറാൻ കൊണ്ട് ഉദാശ ചെയ്യപ്പെടുകയാണ്, റൂഷ്മ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ ഈ ഇതര സഭകൾ, വിശ്വാസ വിപരീതത്തിലുള്ള സഭകളിൽ നിന്നുള്ള ആളുകളെ നമ്മുടെ സഭയിലേക്ക് ചേർക്കുമ്പോൾ ഈ മൂറാൻ കുദാശ നൽകിക്കൊണ്ടാണ്, മൂറാൻ അവരെ പുരട്ടിക്കൊണ്ടാണ് സഭയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അറിവുള്ളതായ ഒരു കാര്യവുമാണ്. മാർത്തോമ സഭയിൽ നിന്നും CSI സഭയിൽ നിന്നും ആംഗ്ലിക്കൻ സഭകളിൽ നിന്നൊക്കെ സ്നാനം വയ്ക്കുന്നവരെ ഓർത്തഡോക്സ് സഭ മൂറാൻ അഭിഷേകം നൽകിയാണ് സഭാംഗത്വം നൽകുന്നതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മാമോദീസയെ കുറിച്ചുള്ളതായ ഒരു വിവരണം ഈ 4ാമത്തെ ഖണ്ഡികയിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരാശയം അത് നിത്യജീവിതത്തെക്കുറിച്ചുള്ളതാണ്. നിത്യജീവിതത്തിൻ്റെ ഒരു പ്രത്യാശ ഈ 4ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുക. ഈ ലോകത്തെ ജീവിതം കൊണ്ട് ഇത് അവസാനിക്കുന്നതല്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പുനരുത്ഥാനമുണ്ട്. അവർക്ക് ആ പുനരുത്ഥാനത്തിന് ശേഷം നിത്യമായ ജീവിതത്തിൻ്റെ അനുഭവതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രത്യാശയുടെ അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും ദൈവം പറയുന്നുണ്ട്, അനേക വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയവരെ കുറിച്ച് മോശയോട് പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ മോശയ്ക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പിതാക്കന്മാരാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമാണെന്നാണ് പറയുക. നമ്മുടെ ദൃഷ്ടിയിലാണ് വർത്തമാനകാലവും ഭാവി കാലവും ഭൂതകാലമൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഓരോ പുതിയ ദിവസങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നെങ്കിൽ ഈ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അല്പം കൂടെ ഉയർന്ന പ്രതലത്തിലേക്ക് എത്തി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യ ഉദയമില്ല, അസ്തമയമില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇല്ല. ജീവനോടിരിക്കുന്നവരും മരിച്ചവരും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് നേരെ മറിച്ച് നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടോ എന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ഈ 4ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളൊരു 24ാമത്തെ ചാപ്റ്ററിലൂടെ വിശ്വാസ പ്രമാണത്തിന് 4 ഖണ്ഡികകളുണ്ടെന്നും അതിൽ 3ാമത്തെയും 4ാമത്തെയും ഖണ്ഡികകളിലെ പ്രധാന ആശയങ്ങൾ പരിമിതമായ ചിന്തകളിൽ നിന്നും ലഭ്യമായ സോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമമായ വിശ്വാസം. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ഇനിയൊരു വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നതായ സന്ദർഭത്തിൽ ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടി പിതാക്കന്മാർ കാച്ചിക്കുറുക്കിയെടുത്ത ഒരു വിശ്വാസ സംഹിതയാണ് നമ്മുടെ സത്യവിശ്വാസ പ്രമാണം എന്നുള്ള ബോധ്യത്തോടുകൂടി അത് ഉരുവിടുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ പ്രശോഭിപ്പിക്കുവാൻ തക്കവണ്ണം സംഗതിയാകും. ദൈവകൃപ നമുക്ക് കൂടുതലായി ലഭിക്കുവാനും തക്കവണ്ണം ഇടയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ എല്ലാവരെയും സർവശക്തൻ പ്രത്യേകിച്ച് നമ്മളിന്ന് പഠിച്ച നമ്മുടെ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.